ഞാനും അങ്ങനെ കരുതിയിട്ട് രാവിലെ അവരെ വിളിച്ചിരുന്നു. പക്ഷെ റീച്ചായില്ല. ഒരു തവണ കൂടി വിളിച്ചിട്ടും ബെല്ലടിച്ചിട്ട് ഒരു ഫോൺ എടുത്തില്ല. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. അവിടേക്ക് നമുക്ക് അറിയുന്ന ഒരാളെ പറഞ്ഞയച്ച് രാജിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങളെ ഫോൺ തായിട്ടാ. ഒരാൾക്കും സംശയം തോന്നാത്ത വിധത്തിൽ സീക്രട്ടായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് മാഡം. ആ, അവന് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആളാ. നിങ്ങൾ എന്തായാലും വളരെ അലേർട്ടായിട്ട് തന്നെ നിൽക്കണം. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ മാഡം. ശരി, ഞാൻ വിളിക്കാം. ഞാൻ പറയുന്നത് വരെ അവരെ വിടരുത്. ശരി മാഡം. ശരിയാവട്ടെ. അവര് വന്നാലുടനെ എന്നെ ഒന്ന് അറിയിക്കണേ. എന്ന് ശരി. രാജി ചേച്ചിയെ കുറിച്ച് എൻക്വയറി ചെയ്തപ്പോ അവിടെ ഇല്ലെന്നാ പറഞ്ഞേ. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. വീട്ടിൽ ആളെയും കാണുന്നില്ല. എന്താവും കാരണം? ഇനി നിഹാരിക എന്തെങ്കിലും പ്ലാൻ ചെയ്തായിരിക്കോ? നിഹാരിക എന്തൊക്കെ പ്ലാൻസ് ഉണ്ടാക്കിയാലും സൂരമ്മ എന്തായാലും അമ്പലത്തിലേക്ക് വരും. വിജയം അതെനിക്കാ. പരാജയമല്ലാതെ വിജയം നിനക്ക് ഉണ്ടാവില്ല അവനി. ഞാൻ ശ്രീകരനെ സ്വന്തമാക്കൂന്നല്ലാതെ വേദവതി അമ്മയുടെ രണ്ടാമത്തെ മകനെ കാണാനേ പോകുന്നില്ല. വാ വാ കേറിക്കോ ചേട്ടാ. കലൂര് പാലാരോട്ടം പൈപ്പ് ലൈൻ ഇടപ്പള്ളി കത്രിക്കടവ്. വാ കേറിക്കോ. ഹലോ ചേട്ടാ, ഓട്ടം ഒന്നും പോകണ്ടേ? ഹലോ ഹലോ, ഓട്ടം പോകണ്ടേ? എന്താ കിട്ടു, ഇന്ന് നിന്റെ അച്ഛന്റെ ഡ്യൂട്ടി നീയാണോ എടുക്കുന്നേ? ആ കളവൻ ഈടെയായിട്ട് അസുഖം ഒഴിഞ്ഞിട്ട് നേരമില്ല. ഇന്നാണെങ്കിൽ അയാളുടെ ജന്മദിനമോ. ഇന്ന് എന്റെ ചരമദിനം ആവണ്ടല്ലോ എന്ന് കരുതിയേ ഞാൻ ഓട്ടോ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയേ. അല്ല, നീ എങ്ങോട്ടാ? വാ വന്ന് കേറ്, ഞാൻ ഇറക്കി തരാം. ഞാൻ ഓഫീസിലേക്കാ പോകുന്നേ, അല്ലാതെ മേലോട്ടല്ല. ഇതിനാണെങ്കിൽ പിന്നെ ചോദിക്കാൻ നിൽക്കണോടാ. നിന്നെ ഓട്ടോ കിട്ടി. എടാ കിട്ടു. എടാ മോനെ, എന്താ സൂരി? എന്നെ അമ്പലത്തിലൊന്ന് കൊണ്ടുവിടാമോ? രാവിലെ തന്നെ വെറുതെ ശല്യം ചെയ്യാനായിട്ട് വേണേ നടന്നു പോ. കാലിന് വേദനയായോണ്ടാ. എന്റെ ചക്കരയല്ലേ, എന്റെ പൊന്നു മോനല്ലേ, എന്നെ അവിടെ ഒന്ന് ആക്കിത്താടാ. ഈ ഇടയായിട്ട് നിങ്ങളുടെ ഭക്തി വല്ലാതെ അങ്ങ് കൂടുന്നുണ്ടല്ലോ. അമ്പലത്തിൽ ആരോ വെള്ളി നാണയങ്ങള് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. വെള്ളിക്കോയിനോ? അതെന്തിനാ? അതെന്തോ നേർച്ചയാടാ. നേർച്ചയോ? അതേടാ, ആരുടെ എന്തോ ആഗ്രഹം നിറവേറാൻ വേണ്ടി യാഗം എന്തോ നടത്തുന്നുണ്ടെന്ന്. നമ്മുടെ ഏരിയയിലുള്ള പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തിയാ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അപ്പോ എന്നെ പോലുള്ള ചെറുപ്പക്കാർക്കൊന്നും കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമാണെന്നാ കേട്ടെ. അത് തന്നെ എന്നെ പോലുള്ള 50-നും 60-നും ഇടയ്ക്കുള്ളവർക്ക് മാത്രം. ഞാൻ വരുന്നില്ല. അത് നിങ്ങൾക്കല്ലേ ഉപകാരപ്പെടുവോ? ഞാൻ അവിടെ വന്നിട്ട് എന്തിനാ? വേണമെങ്കിൽ ആ വെള്ളിക്കോയിൻ ഞാൻ നിനക്ക് തന്നേക്കാടാ. വിശ്വസിക്കാവോ? ഒന്ന് വിശ്വസിക്കടാ, സത്യമാന്ന്. എന്നാ ഞാൻ കൊണ്ടുപോകാം. നീ വേഗം വാ. നിക്ക് നിക്ക്. നിങ്ങളെ അവിടെ ഇറക്കിയിട്ട് ഞാൻ അങ്ങ് പോവും. എനിക്ക് വേറെ പണിയുണ്ട്. ആ ശരി ശരി. ആ കേറ്. നീ വണ്ടി എടുക്ക. എന്താടാ? ഇന്നത്തെ ആദ്യത്തെ ഓട്ടോ ഒരു 100 രൂപ. അയ്യോ, സ്വന്തക്കാരുടെ കയ്യിന്ന് വരെ കൈക്കൂലി വാങ്ങുന്ന ഒരുത്തനായി പോയല്ലോ നീ. വെച്ചോ, പോ, എടുക്ക. കഴിഞ്ഞേട്ടോ. അപ്പോ യാഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യാഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാം. ഒരുപാടായിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാര് പ്രാചീന കാലത്ത് പുത്രകാമേഷ്ടി യാഗം നടത്തുമായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിഷ്ണുമൂർത്തി അനുഗ്രഹിച്ച് സന്താന സൗഭാഗ്യം കൊടുക്കുമെന്നാണ് വിശ്വാസം. പുരാണങ്ങളിലുള്ള ദശരഥ മഹാരാജാവിന് പുത്രകാമേഷ്ടി യാഗം ഋഷിശൃംഗന്റെ മേൽനോട്ടത്തിൽ നടത്തിയപ്പോൾ സന്താന ഭാഗ്യം ഉണ്ടായി. സന്താനലബ്ധിക്ക് ആ യാഗം എത്രയോ നല്ലതാണോ? നഷ്ടപ്പെട്ട സന്താനത്തെ അച്ഛനമ്മമാര് അവരുടെ അടുത്ത് തിരിച്ചെത്തിക്കാൻ വേണ്ടി ആഗ്രഹസിദ്ധി യാഗം നടത്തുന്നത് അത്ര പ്രാധാന്യം തന്നെയാണ്. യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് ഈ യാഗം നടത്തിയിട്ട് യാഗാദ്യത്തിൽ ഈ പൂർണ്ണ ആഹൂതിയിൽ സമർപ്പിക്കണം. ഇത്തരം യാഗങ്ങൾ കാരണം ഒരു സംശയവും വേണ്ട, ബന്ധങ്ങളെല്ലാം തിരിച്ചു ലഭിക്കും. ആദ്യമായി
ചരട് കെട്ടിയിട്ട് കുറി തൊട്ടോളുക. ओम क्षीरोदन्वत्प्रदेशे शुचिमणिविलसत्सैकते मौक्तिकानां मालाक्लुप्तासनस्थस्फटिकमण्डिभैर्मौक्तिकैर्मण्डिताङ्गः शुभ्रैरभ्रैरदभ्रैरुपरिविरचितैर्मुक्तपीयूषवर्षैः आनन्देन पुनीयात् हरिनळ्नगदाच्च നമ്മുടെ മകൻ ഈ ലോകത്തിലേക്ക് വന്ന അല്പസമയത്തിനുള്ളിൽ ഈ ലോകം ഉപേക്ഷിച്ച് തിരിച്ചുപോയി വേദ. ആ മകൻ മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. നിങ്ങളുടെ രണ്ടാമത്തെ പുത്രൻ മരിച്ചിട്ടില്ല, ചിരഞ്ജീവിയായിരിക്കുന്നുണ്ട്. ഡാ കിട്ടു, നീ ഇവിടെ നിൽക്കേ, ഞാൻ അകത്തു പോയി വെള്ളിക്കോയിനും വാങ്ങി ഇങ്ങോട്ട് വരാം. അതെ സൂരി, ആ കോയിൻ കൈ കിട്ടിയ ശേഷം വാക്കു മാറരുത്. എനിക്ക് തന്നെ തന്നേക്കണം. ശരിയടാ, നിനക്ക് തന്നെ തരാം, നിക്ക്. ഓട്ടം പോയാലോ, ഓട്ടം പോയാലോ, വാ കേറിക്കോ. ഒരു പെൺകുട്ടി പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അത്രയ്ക്ക് ലക്ഷണം കെട്ട മോന്തയാണോ എന്റെ? എന്റെ മകൻ ഇവിടെ എന്റെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മകൻ നിന്റെ സന്നിധിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് എത്തിക്കണേ അമ്മേ, എത്തിക്കണേ. വസന്ത ചേച്ചി, ഞാൻ ഇപ്പൊ വരാമേ. ശരി. പറ ശ്രാവന്തി, എന്തൊക്കെയാ വിശേഷങ്ങള്? എന്താണ് ചക്കരെ, സുഖമാണോ? നിന്റെ വിവരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നും നിന്റെ വീടിന്റെ മുമ്പില് വന്ന് ലൈനിട്ടാനെ. നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തിയിട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയാനെ. ഇവിടുത്തെ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. നിന്നോടൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഈ ഉലകത്തിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു കണക്ഷൻ തോന്നിയത് നിന്നോട് മാത്രം. നിന്റെ പേരറിയില്ല, നീ എവിടെ ഉള്ളതെന്നും അറിയില്ല. നിന്നെ എങ്ങനെ കണ്ടെത്തണമെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കിട്ടൂക്കോ ഏക് ദിൻ ആയേഗാന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അത് നീ കാരണം ഞാൻ കരോർപ്പതിയാകുമെന്ന് തോന്നുന്നു. ഒന്ന് വേഗം എന്റെ മുമ്പിലേക്ക് വാ ചക്കരെ. ഓട്ടം പോവാവോ? എന്താ? കാക്കനാട് പോവോ? പൈസ തന്നാ കാക്കനാടല്ല, ഊട്ടിക്ക് വേണേലും പോകാം. വാ കേറ്. ഈ കിളവി വരുമ്പോഴത്തേക്കും ഒരു ട്രിപ്പ് പോയിട്ട് വരാം. ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. നിങ്ങൾ ഈ യാഗത്തിന് വന്നതാണോ? അതെ മോളെ, വെള്ളി നാണയം കൊടുക്കുന്ന കാര്യം അറിയാൻ പറ്റി, അതുകൊണ്ട് വന്നതാ. തരുന്നത് ഞാനാ. ദാ ചേച്ചി, വാങ്ങിക്കോളൂ. നിങ്ങളുടെ കുടുംബം നന്നായി ഇരിക്കട്ടെ, നിങ്ങളുടെ നേർച്ച എല്ലാം ഫലിക്കട്ടെ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ലക്ഷ്മി എന്നാ. എന്നാ ശരി ചേച്ചി, എന്റെ വിശ്വാസപ്രകാരം
സൂരമ്മ ഈ സമയം കൊണ്ട് അമ്പലത്തിലെത്തിക്കാണും. അവനെ എവിടെ? അതാ അവിടെയുണ്ട്. പ്രായമായവർക്ക് വെള്ളിനാണയം കൊടുത്തോണ്ടിരിക്കുക. ആവിനിയുടെ കോൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാവുന്നില്ല സിസ്റ്ററെ. ഇനിയിപ്പോ ഇതും ഓപ്പറേഷൻ അജ്ഞാതന്റെ ഭാഗമായിട്ടാണോ? ആ ആയിരിക്കാം. അവന് എന്തൊക്കെ ചെയ്താലും എല്ലാം വെറുതെ പാഴായി പോവും. മങ്കമ്മ, ആ എന്താ സൂരമ്മ? ഇപ്പൊ എന്തിനാ അവര് വെള്ളി നാണയങ്ങൾ തരുന്നേ? എന്തോ നേർച്ചയാണെന്ന് കേട്ടു. ഇതെന്തിനാ? ചെറുപ്പത്തിലെ കാണാതെ പോയ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി വേദവതി അമ്മ എന്നൊരു സ്ത്രീ ഇവിടെ യാഗം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നൽകുന്നതാ. അതാ ആ കുട്ടിയെ കൊടുക്കുന്നത്. പോയി വാങ്ങിച്ചോ. ഇരുപത്തഞ്ച് വർഷമായിട്ട് കണ്ണിപ്പെടാത്തവര് ഇപ്പൊ എന്താണാവോ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ വരുന്നത്. അപ്പോ ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ കിട്ടുവിനെ കുറിച്ച് അവരോടെല്ലാം പറയാതെ പറ്റില്ലേ? ഈ യാഗങ്ങൾ കൊണ്ടോ അവന് ചെയ്യുന്ന ഈ പൊട്ടത്തരങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ഏട്ടനെ കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിക്കണ്ട ശ്രീകരേട്ടാ. ഇനി ഏട്ടൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവനെ ഉപേക്ഷിക്കാനും എന്നെ താലി കെട്ടാനും വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നു. വിവരമില്ലാതെ നീ ഇനി എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയാലും അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം സംഭവിച്ചിരിക്കും. എന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഒരു യാഗം നടത്തുന്നുണ്ട്. അതുകൊണ്ടാ വെള്ളി നാണയങ്ങൾ ഉപഹാരമായിട്ട് കൊടുക്കുന്നത്. ഇതാ വാങ്ങിച്ചോളൂ. നിങ്ങളുടെ പേരെന്താ? വെങ്കടേശ്വരി എന്നാ എന്റെ പേര്. നിങ്ങളുടെ ഏരിയയിൽ സൂരമ്മ എന്ന് പേരുള്ള ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടോ? അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? എനിക്കറിയില്ല മോളെ. ശരി, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം സൂരമ്മയ്ക്ക് വേണ്ടിയാ. അവരല്ലാതെ മറ്റെല്ലാരും വരുന്നുണ്ട്. ശരിക്കും സൂരമ്മ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കാണൂ. അപ്പോ സിദ്ധസങ്കല്പയാഗം അവസാന ഘട്ടത്തിലെത്തിയിരിക്കണു. ഈ പൂർണ്ണ ആഹൂതി സമർപ്പിച്ചാലും विष्णुं वन्दे सर्वलोकैकनाथं नमः समस्तभूतानाम् आदिभूताय भूकृते सदैकलोकरूपाय विष्णवे प्रभविष्णवे सशङ्खचक्रं सकिरीटकुण्डलं सपीतवस्त्रं सरसीरुहेक्षणं सहारवक्षस्थलशोभिकौस्तुभं नमामि विष्णुं मनसा. അപ്പോൾ യാഗം പൂർത്തിയായിരിക്കണു. രണ്ടുപേരും എണീറ്റ് അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഉള്ളത് അതൊക്കെ പറഞ്ഞോളുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അമ്മേ, യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ യാഗം പൂർത്തിയാക്കി. അന്ന് മരണപ്പെട്ടു പോയിന്ന് ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങളുടെ മകൻ ഇന്നും ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഒരമ്മ അനുഭവിക്കുന്ന വേദന എത്രത്തോളം ആയിരിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാത്തതല്ല. എന്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ അമ്മേ. അമ്മയുടെ പേരില് ദാനധർമ്മങ്ങൾ നടത്തിക്കൊള്ളാം. യാഗം സമാപ്തം. ഈ യാഗം നടത്തുന്നതിന്റെ സൂത്രധാരിയായ അവനി ചേച്ചി എവിടെ?
അപ്പോ യാഗം പരിപൂർണമായിരിക്കണം. മനസ്സറിഞ്ഞങ്ങട് നമസ്കരിച്ചോളുക. അവനി, യാഗം പൂർത്തിയായിട്ടുണ്ട്. യാഗം പൂർത്തിയാവുന്ന സമയം കൊണ്ട് സൂരമ്മയെ എങ്ങനെയും കണ്ടുപിടിക്കാന്നല്ലേ പറഞ്ഞേ? ഇത്ര നേരമായിട്ടും അവരുമായിട്ട് സംബന്ധിച്ച ഒരു ക്ലൂ പോലും കിട്ടിയില്ലല്ലോ. ഈ ഒരു അവസ്ഥയില് എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പുരാണ കഥകളില് ഭർത്താക്കന്മാർ ഭാര്യമാരെ ബലി കൊടുക്കും. പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയോ കൊടുത്ത വാക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയോ. കാരണങ്ങൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ദയ കൂടാതെ ഭാര്യമാരെ ഉപദ്രവിക്കുമായിരുന്നു. ചന്ദ്രവംശത്തിൽ പിറന്ന പാണ്ഡവന്മാര് ദ്രൗപദിയെ ചൂതുകളിയിൽ പണയം വെച്ചു. സൂര്യവംശത്തിന്റെ രാജാവായ സത്യഹരിചന്ദ്രൻ ചന്ദ്രമതിയുടെ താലി അഴിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ഇതിഹാസ കഥയിലും ആൺവർഗം പെണ്ണുങ്ങളോട് അനീതി കാണിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരിക്കലും ആണിനെ പണയം വെച്ചിട്ടില്ല. പക്ഷെ താനോ എന്നെയല്ലേ പണയം വെച്ചേ? എന്നിട്ടിപ്പോ ജയിക്കാനും പറ്റിയില്ല. എങ്ങനെയെങ്കിലും ജയിക്കൂ എന്നുള്ള തന്റെ എടുത്തുചാട്ടം എന്നെ ഇപ്പൊ ബലി കൊടുക്കാൻ പോവാ. നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ പോവാ. യാഗം തുടങ്ങുന്നവരെ വളരെ ഉഷാറായിരുന്നല്ലോ. തുടങ്ങിയ ശേഷം ഇങ്ങനെ വന്ന് മുഖം കുനിച്ചിരിക്കുന്ന എന്താ? ജയിക്കാൻ പറ്റില്ലല്ലോ എന്ന ഭയത്തിലുണ്ടാകുന്ന കണ്ണീരാണോ ഇത്? അത് പറയണോ ഏട്ടാ? അവസാനിച്ചു അവനി, എല്ലാം അവസാനിച്ചു. നിനക്ക് തന്ന സമയം ദാ ഇന്നത്തോടെ അവസാനിക്കും. അത് കഴിഞ്ഞ് നീ എന്തൊക്കെ കളി കളിച്ചാലും എല്ലാം വെറുതെയാ. നീ പറഞ്ഞതുപോലെ ഞങ്ങൾ യാഗം പൂർത്തിയാക്കി. നിനക്ക് തന്ന വാക്ക് ഞങ്ങൾ പാലിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് തന്ന വാക്ക് നീയും പാലിക്കേണ്ടതുണ്ട്. ഇത് അവസാനത്തെ ദിവസമാ. നേരം വെളുത്ത നിനക്ക് എന്റെ വീട്ടിൽ നിൽക്കാനുള്ള അർഹത നഷ്ടപ്പെടും. നിങ്ങളുടെ മകനെ കിട്ടിയ അവൻ കിട്ടുന്ന താലി സ്വീകരിക്കാന്ന് കരുതിയതായിരുന്നു. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണ്ടെത്തുമെന്ന വിശ്വാസം എനിക്കിപ്പോ ഇല്ല. എല്ലാം എന്റെ ബാഡ് ലക്ക്. ഇനി നിങ്ങൾക്ക് ശ്രീകരേട്ടന്റെയും എന്റെയും കല്യാണം നടത്താതെ വേറെ വഴിയില്ലമ്മേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മകനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അമ്മയുടെ രണ്ടാമത്തെ മകനെ നല്ലൊരു കുട്ടിയെ കണ്ടെത്തി കല്യാണം നടത്താം. ഇറങ്ങിക്കോ, എന്നാ പോവാം. അവനി, നമുക്ക് ഇറങ്ങാൻ നോക്കാം. വാ. നിങ്ങൾ പോയിട്ടോ, ഞാൻ കുറച്ചു സമയം കഴിഞ്ഞിട്ട് വന്നോളാം. ഇവിടെ താൻ എന്ത് ചെയ്യാനാ? പ്ലീസ് ഏട്ടാ. ആ സൂരമ്മയ്ക്ക് വേണ്ടിയ ഞാൻ കാത്തിരുന്നത്. സൂരമ്മ ആരാണെന്ന് പോലും എനിക്ക് കണ്ടെത്താനായില്ല. വേദവതി എന്ന് പറയുന്ന ആരോ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് കേട്ടു. ആ കുട്ടിയെ എന്റെ മകളുടെ അടുത്ത് കിടത്തി. മരിച്ച കുട്ടിയെ അവരുടെ അടുത്ത് കിടത്താമോ? ഭഗവാനെ, കിട്ടുവിനെ അവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കുന്നതാണ് എന്റെ കർത്തവ്യമെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇത്രയും പരീക്ഷണങ്ങളൊക്കെ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ സ്വാമി. എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയതെന്ന് നീ കേട്ടില്ല.